ഒഡീഷയിലെ ജലേശ്വറിൽ മലയാളി വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെയുണ്ടായ ബജറംഗ് ദൾ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇതിനുവേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇതുവരെയും ആർക്കെതിരെയും കേസെടുത്തിട്ടില്ല എന്നും കൂടി നമ്മുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നു. എങ്ങനെ ഇരിക്കണം? നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിലെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന രണ്ട് കന്യാസ്ത്രീകളെയും അതുപോലെ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന യുവതികളെയും അവിടെയുള്ള ബജ്റംഗ് ദൾ പ്രവർത്തകർ ആക്രമിക്കുകയും ശേഷം അവിടെയുള്ള സർക്കാർ, ഛത്തീസ്ഗഡ് സർക്കാർ, അവിടെയുള്ള പോലീസ് അവരെ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്യുകയും ശേഷം അവർ ജയിലിലടക്കപ്പെടുകയൊക്കെ ചെയ്ത ഒരു പശ്ചാത്തലം നമുക്കറിയാം. പിന്നീട് അതിനെതിരെ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് UDFൻ്റെയും LDFൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ MP-മാർ, MLA-മാർ, ജനപ്രതിനിധികൾ, മാത്രമല്ല കേരളത്തിലുള്ള ജാതി മത ഭേദമന്യേ സാധാരണക്കാരായിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ആ ഒരു അറസ്റ്റിനെതിരെ പ്രതികരിക്കുകയും മാത്രമല്ല ആ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു വിഷയത്തിൽ BJPയുടെ കാല് കഴുകി കൊടുത്ത് കേക്ക് മുറിക്കുന്നവരൊഴികെ ബാക്കിയുള്ള എല്ലാ ക്രിസ്തീയ ജനതയും അതുപോലെ തന്നെ അവരുടെ സഭകളും ഒക്കെ ഈ BJP ഗവൺമെൻറ്റിനെതിരെയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെയൊക്കെ ശക്തമായ രീതിയിൽ രംഗത്ത് വരികയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് ആ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായതിന് ശേഷം നമ്മുടെ പാമ്പ്ളാനി അച്ഛൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചില വിടുവായത്തരങ്ങൾ വീണ്ടും ആ BJP സർക്കാരിന് നന്ദി പറഞ്ഞുകൊണ്ടും അമിത്ഷാക്കും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും ഒക്കെ നന്ദി പറഞ്ഞ് BJP സർക്കാരിനൊക്കെ നന്ദി പറഞ്ഞ് വെളുപ്പിക്കുന്ന ഒരു കാഴ്ചയും കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഷ്ടിച്ച് ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ അടുത്ത വാർത്തകൾ വരുന്നു. ഒഡീഷയിൽ നിന്ന് ഇതുപോലെയുള്ള വൈദികരെ ആക്രമിച്ച ഒരു വാർത്ത. എന്തായാലും പാമ്പ്ളാനി അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അമിത്ഷായുടെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഒക്കെ ആ കരുതലിൻ്റെ വാർത്ത നമുക്കൊന്ന് കണ്ടു നോക്കാം. സാധാരണ ഞങ്ങളുടെ ജാലേശ്വർ പാരീഷിൻ്റെ കീഴിലുള്ള ഒരു വില്ലേജാണ് ഗംഗാധർപൂർ എന്ന് പറയുന്നത്. മാസത്തിലൊരിക്കലെങ്കിലും ഞങ്ങൾ പോകാറുണ്ട്. ഞങ്ങൾക്കൊരു 9 ഫാമിലീസ് ഉണ്ട്. അവിടെ പോയി പ്രാർത്ഥനയൊക്കെ ചെല്ലാറുണ്ട്. അപ്പം അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കും. ഇത് ഒരു ഫാമിലിയിലെ 2 ബ്രദേഴ്സിൻ്റെ ചരമവാർഷിക ദിനമായിരുന്നു. അപ്പോൾ കുർബാന അർപ്പിക്കാൻ വേണ്ടി അവർ ഞങ്ങളെ ക്ഷണിച്ചു. ആലോചിച്ചു. അങ്ങനെ 9 മണിയായി ഞങ്ങൾ വില്ലേജിൽ നിന്ന് മടങ്ങി വന്ന് ഞങ്ങളുടെ വണ്ടി ഒരു അല്പം ദൂരെയാണ്, ഒരു 200 മീറ്റർ അകലെയായിരുന്നു ഇട്ടിരുന്നത്. അവിടം വരെ വന്നപ്പം ഞങ്ങൾ കണ്ടു കുറച്ച് ബൈക്കൊക്കെ ഞങ്ങളുടെ വണ്ടി കയറുന്നതനുസരിച്ച് അവർ ബൈക്ക് കൊടുത്തുകൊണ്ട് പുറത്തു പോകണം. കാരണം ആ സൈഡിൽ വീടുകളൊന്നുമില്ല, കംപ്ലീറ്റ് ഒരു നാരോ റോഡ്, ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അവിടെ ബൈക്ക് വന്ന് നിൽക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി. ഇപ്പം ഞങ്ങളെ വണ്ടി വരെ ആക്കാമെന്ന് ഒരു 2-3 ലേഡീസും ഇതുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു കുറച്ച് നമ്മുടെ ആൾക്കാരൊന്ന് വിളിക്കുക, കാരണം എന്തോ ഒരു പ്രശ്നം മുമ്പിലുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ വന്നു. അവർ വണ്ടിയുടെ മുമ്പിലായിട്ട് അവർ അവിടെ മുമ്പോട്ട് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരെ ക്രോസ് ചെയ്ത് ഇച്ചിരി മുമ്പോട്ട് അങ്ങ് പോയി. കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഉടനെ ഒരു വലിയൊരു ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു 80-100 പേര് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവർ ആദ്യം ഞങ്ങളുടെ ഭായിയാണ്, ദുർജോഭായി ആയിരുന്നു. ആൾ ബൈക്കിലായിരുന്നു പോയിരുന്നത്. കാരണം ആളായിരുന്നു ഞങ്ങൾക്ക് ഈ രാത്രിയാകുമ്പോൾ വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാനൊക്കെ ആൾ ബൈക്ക്. പിന്നെ അന്നത്തെ ആളുടെ ഹൗസ് ദൂരെയാണ്. അപ്പോൾ ആൾ മുമ്പിൽ ബൈക്കിൽ പോയി, ഞങ്ങൾ പുറകെ വണ്ടിയിൽ പോയിരുന്നു. അപ്പോൾ ആളെ അവർ ആദ്യം ബ്ലോക്ക് ചെയ്ത് വെച്ച് നിങ്ങൾ ആരാണ്, എന്തിനാണ് ഈ വില്ലേജ് വന്നത്, ഈ രാത്രിക്ക് നിങ്ങൾക്ക് എന്താ ഇവിടെ പരിപാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവിടുന്ന് പറയുന്നൊന്നും കേൾക്കാതെ അവർ അടിക്കാൻ തുടങ്ങി. മർദ്ദിച്ചു, ശരിക്കും അടിച്ചു കഴിഞ്ഞിട്ട് സംഘികൾ എന്താണെന്നും അവര് മറ്റു ജനങ്ങളോടും അതുപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങളോടൊക്കെ കാണിച്ചു കൂട്ടുന്ന നെറികേടുകൾ എന്താണെന്നും കൃത്യമായിട്ട് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ടും ഇതുപോലുള്ള സമാനമായിട്ടുള്ള സംഭവങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങൾ ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ കാല് കഴുകാനും അവരെ പ്രീതിപ്പെടുത്താനും മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് കേക്ക് കൊണ്ടുവരുമ്പോൾ അത് മുറിച്ച് തിന്ന് ഈ സ്നേഹം പങ്കിടുകയൊക്കെ ചെയ്യുന്ന ഇതുപോലുള്ള അച്ഛന്മാർക്കൊക്കെയുള്ള മറുപടി ആ സഭയുടെ അല്ലെങ്കിൽ അതിൻ്റെ കീഴിലുള്ള വിശ്വാസികൾ തന്നെ നൽകേണ്ട
പറയേണ്ടുന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പാംബ്ലാനി അച്ഛൻ അന്ന് അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും BJPക്കും നന്ദി പറയുക മാത്രമല്ല ചെയ്തത്, അവരെ പുകഴ്ത്തുക മാത്രമല്ല ചെയ്തത്. യഥാർത്ഥത്തിൽ അന്ന് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പോയ മറ്റു രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, MP-മാർ, MLA-മാർ, കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ MP-മാരെ, നേതാക്കളെ, അതുപോലെ തന്നെ ഇവിടെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സാധാരണക്കാരായിട്ടുള്ള പല മതവിഭാഗങ്ങളിലുള്ള ജനങ്ങളെ അടക്കം ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അന്ന് ഈ പാംബ്ലാനി അച്ഛൻ ഈ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലുള്ള അച്ഛന്മാരോടും അതുപോലെ തന്നെ ക്രിസംഗികളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഘികൾ എന്താണെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ടും ഇതുപോലെ പൊന്നും കുരിശ് നേരുമ്പോഴും അതുപോലെ കേക്ക് കൊണ്ടുവരുമ്പോഴും ഒക്കെ അവർക്ക് പരവതാനി വിരിച്ചു കൊടുത്ത് അവരെ സ്വീകരിച്ച് പുകഴ്ത്തി പറയുമ്പോഴൊക്കെ നിങ്ങൾ ഓർക്കേണ്ട ഒന്നുണ്ട്. കേക്ക് മുറിച്ചത് കൊണ്ടും പൊന്നും കുരിശ് നേർന്നത് കൊണ്ടുമൊന്നും സംഘിയല്ലാതാവുന്നില്ല. അവർ ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഇന്ത്യയുടെ ഏത് കോണിലാണെങ്കിലും. നിങ്ങളെപ്പോലെയുള്ള സഭാധ്യക്ഷന്മാർ അല്ലെങ്കിൽ അച്ഛന്മാർ അവർ പറയേണ്ട നിലപാടുകൾ ആർജവത്തോടെ അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയാതിടത്തോളം കാലം ഇത്തരം സമാനമായിട്ടുള്ള സംഭവങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിലപാടുകൾ ആർജവത്തോടെ തുറന്നു പറയാൻ ഇനിയും വൈകിയിട്ടില്ല. സംഘികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമും അതുപോലെ ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റും ഒക്കെ അവർക്ക് ശത്രുക്കൾ തന്നെയാണ്. ആ ശത്രുത ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നുമല്ല. അവരുടെ പ്രത്യയശാസ്ത്രം തന്നെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. മറ്റു ജനവിഭാഗങ്ങളെ ആക്രമിക്കുന്ന വാർത്തകൾക്ക് താഴെ വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലും സംഘികൾക്ക് കുഴലൂതുന്ന രീതിയിലും കമന്റുകൾ ചെയ്യുന്ന ചില ക്രിസംഘികളുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, ഇന്ന് നിങ്ങൾ അവർക്ക് വേണ്ടി കൈയടിക്കും, നാളെ അവർ നിങ്ങളെയും തേടിയെത്തും. അന്ന് നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ഇവിടെ ആരും തന്നെ ഉണ്ടാവില്ല.